11 വർഷമായി താൻ ഈ ഫീൽഡിലേക്ക് എത്തിയിട്ടെന്ന് പറയുകയാണ് മിനിസ്ക്രീൻ താരം അനുമോൾ. ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ബസ്സിലായിരുന്നു നമ്മുടെ യാത്ര. എത്ര ലേറ്റായാലും ബസ്സിൽ കയറി പോകാനാകൂ. ഈ വിധ സാഹചര്യമാണ്. അന്നു മുതൽക്കേയുള്ള വാശിയായിരുന്നു എനിക്ക് സ്വന്തമായി ഫുൾ പൈസ കൊടുത്ത് ഒരു കാർ വാങ്ങണമെന്നത്. നമ്മൾ പെൺകുട്ടിയായതുകൊണ്ട് ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം കാശ് സേവ് ചെയ്തു വെച്ചു. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സ്ഥലം വാങ്ങണമെന്നും സേവ് ചെയ്യണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് ഇന്ന് എന്നെ ഇഷ്ടമാണ്. അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെയെന്നും അനുമോൾ പറയുന്നു. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ടെലിവിഷൻ ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. ടമാർ പടാർ എന്ന പേരിൽ തുടങ്ങി ഷോ പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിൽ എത്തുകയായിരുന്നു. ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത്. സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കലാകാരിയായിരുന്നു അനുമോൾ. അനുവിൻ്റെ കളിയും ചിരിയും പൊട്ടത്തരങ്ങളുമെല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചു. അന്നു മുതൽ താരം മലയാളികൾക്ക് സ്വന്തമായി. ഇപ്പോൾ 11 വർഷത്തിലേറെയായി താൻ ഈ ഫീൽഡിലുള്ളതിൻ്റെ സന്തോഷമാണ് അനുമോൾ പങ്കുവച്ചത്. സീരിയലുകൾക്ക് പുറമെ ടെലിവിഷൻ ഷോകൾ എന്നിവയ്ക്ക് പുറമെ സിനിമയിലും ഉദ്ഘാടന വേദികളിലും അനുക്കുട്ടി സജീവമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നാണ് അനു പറഞ്ഞത്. അടുത്തിടെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കൂടി നേടിയ അനു ഇക്കഴിഞ്ഞ ദിവസം സി കേരളം സൂപ്പർ ഷോയിൽ സംസാരിക്കവെയാണ് മനസ്സ് തുറന്നത്. 11 വർഷമായി ഈ ഫീൽഡിലേക്ക് എത്തിയിട്ട് ലൊക്കേഷനിൽ ഒക്കെ പോകുമ്പോൾ ബസ്സിലായിരുന്നു യാത്ര. അപ്പോഴാണ് ഒരു കാർ വാങ്ങണമെന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി മാറിയത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് തന്നെയെന്നും അനുമോൾ പറയുന്നു. ജീവിതത്തിൽ ആളുകൾക്ക് മാതൃകയാക്കാനാകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അനുമോൾ എന്നാണ് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത്. എല്ലാവരും അറിയുന്ന കുട്ടിയാണ്. അപ്പോൾ സ്വന്തമായി കരുതിയ കാശ് കൊണ്ട് ഒരു കാറൊക്കെ വാങ്ങി ട്രാവൽ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പേരൻസിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ ആ വിളക്ക് അണയില്ല എന്നാണ് നവ്യ നായർ പറയുന്നത്. സ്വന്തമായി വണ്ടിയൊക്കെ വാങ്ങിയെങ്കിലും അപ്പോഴും പെട്രോൾ അടിച്ചാൽ കാശ് തീരുമോ എന്ന് പേടിച്ച് അതും ചിലവ് ചുരുക്കുന്ന പിശുക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടിയാണ് അനുമോൾ എന്നാണ് ലക്ഷ്മി പറഞ്ഞത്.